മൃഗശാല വന്നിട്ട് ആ കൂടിയിട്ടാണ് കാണാൻ പറ്റി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മൃഗശാല കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ ചോശിരികുന്ന് പൂരത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഇന്ന് തന്നെയാണ് മൃഗശാല ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ഉദ്ഘാടനം മുന്നേ കഴിഞ്ഞതാണ്. അപ്പൊ ഏതൊക്കെ മൃഗങ്ങൾ അവിടെ വന്നു, എന്തൊക്കെയാണ് അവിടുത്തെ ഡെവലപ്മെന്റ് എന്നൊക്കെ പോയി നോക്കിട്ട് വന്നാലോ. നമുക്ക് നമ്മൾ സുവോളജിക്കൽ പാർക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി കയറി നോക്കാം എന്തൊക്കെ അവിടെ വന്നിട്ടുണ്ട് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ തൃശ്ശൂർ പോണ മാതിരി 20 രൂപയും പിടിച്ച് പോകുന്ന കാര്യമില്ല കേട്ടാ. നമുക്ക് വലിയോർക്ക് 100 രൂപ, ചെറിയോർക്ക് 10-ന് താഴെയുള്ള ആൾക്കാർക്ക് 30 രൂപ വരും. അങ്ങനെ തന്നെ 230 രൂപ ഞങ്ങൾക്ക് 3 ആൾക്ക് വേണ്ടി വന്നു. പിന്നെ ബസ്സിൽ പോണതിൻ്റെ ചാർജ് ഒരാൾക്ക് തന്നെ 50 വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി 355 രൂപ വന്നു. വാട്ടം കൂട്ടി. ഫ്രണ്ട്സ്, ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ മൃഗശാല എന്ന് പറയുമ്പോൾ അത്രയും നടക്കാനുണ്ട്. നമുക്ക് കുറച്ചെല്ലാം നടക്കാനുണ്ട്. അതിന് ശേഷമാണ് വണ്ടി വരാം. പിന്നെ നമ്മൾ വണ്ടിയിലാണ് കൊണ്ടുപോകും. വണ്ടിയുടെ ചാർജ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപ വെച്ചാണ് വണ്ടിയുടെ ചാർജ് വരുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അവിടെ ആ പാലത്തിൻ്റെ അവിടെ സത്യത്തിൽ ഇവിടെ ഒരു ഡയറക്ഷനും വെച്ചിട്ടില്ല. നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടെന്നുള്ള ഒരു അറിവില്ല. ഇവിടെ ഒന്നും ഞാൻ തപ്പിട്ട് കാണാനില്ല. എന്തിട്ടുള്ള ഇവിടെ നമ്മള് ഒരു വസ്തി പോയി വന്നപ്പോൾ നമുക്ക് ഒരു 4 കിളി, ഏതൊക്കെയോ പക്ഷികളാണ് നമുക്ക് കാണാൻ പറ്റിയത് ഒരു താഴത്തെ ഏരിയയിൽ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വഴിയുണ്ട്, ഇവിടെ ഒരു വഴിയുണ്ട്. നടക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് നടന്ന് എവിടേക്കെങ്കിലും എത്തും. ഇതിലാണ് കൊണ്ടുപോവാ. ഇതിന്റെ ചാർജ് മേടിച്ചിട്ടുണ്ട് അവർ 50 രൂപ. ഒന്നാമത് ഒരു കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് വെച്ചിട്ടില്ല, ഏതുകൂടെ പോകണം എങ്ങനെയാന്നുള്ളത്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. 2 വഴി 3 വഴിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷികളും മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ മലകളൊക്കെ മരങ്ങളും നമുക്ക് കാണാം. ഇവിടെ മാവ് കലമാൻ മ്ലാവ് ഇത് കണ്ടു. നമ്മൾ ബസ്സിൽ പോയാലും മുകളിൽ എന്തോ ഒട്ടക പക്ഷി അങ്ങനെ എന്തോ 2 മൃഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസ്സിൽ കൊണ്ടുപോകണവരെ. അടിപൊളി. നമുക്ക് 100 രൂപ കൊടുത്ത് കുറേ നടക്കാം, അല്ലാണ്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ ഇത്ര നേരം, ഞങ്ങളിപ്പോൾ എത്രയോ നേരം നടന്നിട്ട് ഒരു മ്ലാവിനെയും കണ്ടു, ഒരു 5-6 പക്ഷികളെയും കണ്ടു. ഇനി ബസ്സിൽ കയറി പോണത് ഒരു ഒട്ടക പക്ഷി ഉണ്ടെന്നാണ് പറയണത്.
ഇത് മുകളിലേക്കല്ലേ? അടുത്ത സോണിൽ പോയ പുലി കടുവായിട്ട് ഇറങ്ങിയിട്ട് അവിടെ കണ്ടാൽ മതി. ബസ്സിൽ ഇറങ്ങി അവിടെ എന്നിട്ട് കടുവ പുലി അതിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. ഉണ്ടാണ്ടക്ക് അയ്യോ ദേ നോക്കണത് ചാടുവോ? ഈ ബാക്കിൽ കാണുന്ന റോഡാണ് നമ്മൾ ബസ് കയറി വന്നത്. നമുക്കിപ്പോൾ ബസ് കയറിയിട്ട് നേരിട്ട് ഇവിടേക്ക് വരാം, അല്ലെങ്കിൽ താഴ്ത്തുന്നേ നടന്ന് വരാണെങ്കിൽ നമ്മൾ നിൽക്കണോടത്തുനിന്ന് വരും കേട്ടോ. അതാണ് താഴ്ത്തുനിന്ന് വരുന്ന സ്ഥലം. ഇപ്പം ആ ഒരു 100 കൊടുത്ത് ഇത്രയും ദൂരം വന്നിട്ട് ആ കൂടി കണ്ടത് ഒരു പുലീനെയാണ് കേട്ടോ. അപ്പം ആ ബസ്സിൽ മുകളിലേക്ക് വന്നിട്ട് താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മുകളിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത് ആ പുലിയുടെ ഇതാണ്. പിന്നെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയണ്ടേ, അതുകൂടിയും കാണാം. ഇതാണ് പുലി വെള്ളം കുടിക്കുന്നത്. അതെ, അവിടെ പുലിനെ കണ്ടു എന്നാണ് പറയുന്നത്. നമുക്ക് ഓടാം. അപ്പം നമ്മൾ ഈ മൃഗശാലയിൽ കയറിയിട്ട് നമുക്ക് ആകെ കൂടി കാണാൻ പറ്റിയത് മ്ലാവ്, പുലി, ടൈഗർ, 2-3 പക്ഷികൾ, മയിൽ, ഇത്രയാണ് ഇവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ മൃഗശാല തുറന്നു എന്ന് പറഞ്ഞിട്ട് ആരും പെട്ടിയും കിടക്കിയെടുത്ത് പോരണ്ടായിരുന്ന ഐറ്റംസ് ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇനി ഇവിടേക്ക് തിരിച്ചു പോകാനായിട്ട് ബസ് വരും. കയറിയോട് തന്നെ തിരിച്ചെത്തി അല്ലേ? സൈലന്റ് വാലീസും അവിടെ എന്തുണ്ടാണോ? ഇവിടെ മാധുണ്ട്, മാധു. സൈലന്റ് വാലി സോണാ. മാധു കുരങ്ങിനെ കാണാം. എവിടെ മാധു കുരങ്ങി? എവിടെയെങ്കിലും ഉണ്ടാ? ഇതും കൂടി പോയിട്ട് വരാം. ഒരു പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈലന്റ് വാലി സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കുരങ്ങനെ ഇതുവരെയായിട്ട് കണ്ടില്ല. അല്ല മാധു, ഞാൻ ഒരെണ്ണത്തിനെ കണ്ടു, ഒരു സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. അല്ലാണ്ട് ശരിക്കുള്ള ഒരു കുന്തത്തിനും കണ്ടില്ല. നടക്കാൻ കുറെ തിരിച്ചു പോന്നു. അവിടെ ഒരു കുന്തവും ഇല്ല, വെറുതെ കയറി പോയി വളഞ്ഞ് കുറെ നടക്കാന്നല്ലാണ്ട് ഒന്നുമില്ല. അപ്പോൾ അതേ ഒരു മുകളിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട്. അപ്പോൾ ആ മുകളിൽ പോയിട്ട് ഇറക്കിയിട്ട് ആ ബസ് തിരിച്ചു വരും. അപ്പോൾ ആ ബസ്സിൽ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ
സൂവിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് പറഞ്ഞ പോലെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരിക്കും. അപ്പോഴാണ് ശരിക്കുള്ള മൃഗങ്ങളൊക്കെ എത്തുള്ളൂ. ശരിക്കും നമുക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നടക്കാനുള്ളൂ, അവിടെ ഇവിടെ ആയിട്ട് ഓരോന്നുണ്ടെന്നുള്ളൂ. ശരിക്കും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ മൃഗങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും ഈ 100 രൂപ ഒന്നും വെച്ച് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ ആൾക്കാർ സൂ ഓപ്പൺ ആയിട്ടെന്ന് വെച്ചിട്ട് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് വന്നിട്ട് ഇത്രയും പേരുത്ത് പൈസയും മേടിച്ച് നമുക്കങ്ങനെ കാണാനുള്ള ഒന്നും ഇവിടെ ഇല്ല. ജോബി മൃഗശാല വന്നിട്ട് ആ കൂടി ചാണകം കാണാൻ പറ്റി. അവിടെ ഒന്നുമില്ല, തിരിച്ചു പോകുന്നൊന്നുമില്ലുണ്ട്. എന്റെ സ്വന്തം വീട് പുത്തൂരാ. ഇവിടെ ഞാൻ കുറച്ച് പേര് തിരിച്ചു പോകുന്നു, അവിടെ അധികം ഇല്ല. നിങ്ങളുടെ മോളിൽ പോവാണെങ്കിൽ കടുവ, പുലി, അത് 2 ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ശരണ്യ, ഞാൻ മാധുസ് കാത്തൂസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫാമിലി ഫോർ യു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. ഫാമിലി ഫോർ യു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനല്, മാധുസ് കാത്തൂസ് ഇൻസ്റ്റാഗ്രാം പേജ്. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇത് രണ്ടിലും കയറി വരെ കുത്തുകുത്തിക്കോ. ഇത്രയും പേരത്തെ പൈസ കൊടുത്ത് പോന്നിട്ട് ഒന്നുമില്ല പേരേക്ക് കാണാൻ വേണ്ടിട്ട്. ആ കൂടി പുലിയുണ്ട്, കടുവയുണ്ട്, കുറെ നടക്കാം. എനിക്ക് പറയാനുള്ളത്, ഞാൻ പുത്തൂരുകാരിയാണ്. ഇങ്ങനെ ഒരു പാർക്ക് നമ്മുടെ അവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇന്നൊരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ ഇത്രയും കുറവുള്ള സമയത്തെങ്കിലും കുറച്ച് പൈസ മേടിക്കായിരുന്നു. ഒരാൾക്ക് 100 രൂപ മേടിച്ചിട്ട് അതിനുള്ള കാണാനുള്ള എന്തെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മൃഗങ്ങൾ വരുന്നവരെ ഫ്രീ ആയിട്ട് കൊടുക്കായിരുന്നു. ഇത് നമുക്ക് ഒന്നും കാണാനില്ല, വെറുതെ ഇവിടെ തുറന്ന് ആൾക്കാരുടെ അടുത്ത് സൂ തുറക്കണം അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പേർക്ക് പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ഒന്നുമില്ല, കുറേ നടക്കാം, അത്ര തന്നെ.